വയനാട് ചേകാടി ഗവൺമെന്റ് LP സ്കൂളിൽ കാട്ടാനക്കുട്ടിയെത്തി. വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള സമയത്താണ് ആന എത്തിയത്. സ്കൂൾ വരാന്തയിലും മുറ്റത്തും കുറച്ചുനേരം ചുറ്റിക്കറങ്ങി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ പിടികൂടി കൊണ്ടുപോയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ചോറ് വേണോ? ലിനറ്റ് വർഗീസ് ഉണ്ട് വയനാട്ടിൽ നിന്നും. ലിനറ്റ്, കാണുമ്പോൾ വലിയ കൗതുകം തോന്നുന്നു. കാരണം കുട്ടികളൊക്കെ അതിന് പിറകെ അങ്ങനെ തന്നെ പോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. പക്ഷേ ഈ വന്യജീവികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ മറ്റൊരു റിയാലിറ്റിയായി അവശേഷിക്കുന്നുണ്ട്. എന്തായിരുന്നു സ്കൂളിലെ ഒരു സാഹചര്യം? സംഗീത, ഈ ചേകാടി എന്ന് പറയുന്ന സ്ഥലം ഒരു വനഗ്രാമമാണ്. തൊട്ട അതിർത്തിയൊക്കെ തന്നെ കാടാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ കാട്ടാനകളൊക്കെ സാധാരണ ഇറങ്ങാറുള്ളതാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് വഴിമാറി നടന്ന ഈ ഒരു കുട്ടിയെ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റി വനത്തിലേക്ക് വീണ്ടും അയച്ചിരുന്നു. എന്നാൽ ഇന്ന് 1:30 ചേകാടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് വീണ്ടും ഈ കുട്ടിയാന എത്തുന്നതും വരാന്തകളിലൊക്കെ കറങ്ങി നടക്കുന്നതും അതിനുശേഷം ഈ കോമ്പൗണ്ടിലൊക്കെ കറങ്ങി നടക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വനം വകുപ്പ് ഉടൻ സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് കുട്ടിയാനയെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ഈ വഴിതെറ്റിപ്പോയ ആനയെ ഈ ഒരു കുട്ടിയാനയുടെ കൂട്ടത്തിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യം ഈ ഒരു ആന കൂട്ടത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ ആനക്കൂട്ടം ഈ കുട്ടിയാനയെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ മാത്രമേ വനം വകുപ്പ് ഈ കുട്ടിയാനയെ വനത്തിലേക്ക് അയക്കത്തുള്ളൂ. അല്ലെങ്കിൽ മാറ്റി വിടുകയാണെങ്കിൽ മറിച്ച് ഈ ഒരു വനം വകുപ്പ് ഈ കുട്ടിയാനയെ മാറ്റി മുത്തങ്ങ പോലുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനാണ് സാധ്യത. സംഗീത. ശരി ലിനറ്റ്.